ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ കാലത്തൊക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയുള്ള ഒരു നാടൻ ചക്കക്കുരു മുരിങ്ങക്ക അവിയലാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറ് കഴിക്കാൻ മറ്റൊരു കറി നമുക്ക് വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു മുരിങ്ങക്ക അവിയലാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ കേട്ടോ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ചക്കക്കുരു അതിൻ്റെ തൊലിയും പൂപ്പലും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങക്കയാണ്. ഒരു 3 മുരിങ്ങക്ക ഇതിൻ്റെ നാരും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി നമുക്കൊന്ന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വേവുന്ന പാകത്തിന് വെള്ളവും ചേർത്ത് മൂടി വേവിക്കാൻ വെക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കണം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ അരപ്പ് റെഡിയാക്കി എടുക്കണം. വെന്ത് കിടക്കുന്ന മുരിങ്ങക്കയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചക്കക്കുരു മുരിങ്ങക്ക അവിയൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പഴയ കാലത്ത് ആ ടേസ്റ്റോട് കൂടിയുള്ളൊരു അവിയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കയും മുരിങ്ങക്കയൊക്കെ ഉള്ള ഒരു സമയമാണ്. ചക്കക്കുരു മുരിങ്ങക്കയും കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.